അയ്യോ അങ്ങനെ ഓടിച്ചു കുഞ്ഞാ ഒന്നുകൂടെ Open the gift. Okay. Oh, what is it? ഹായ്, ഇന്ന് നമ്മൾ മുഷ്രിഫ് പാർക്കിലേക്ക് പോവാണ് കേട്ടോ. പ്രത്യേകിച്ച് കാരണം എന്താ വെച്ചാൽ റുവാടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ റുവാടെ ബർത്ത്ഡേക്ക് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവളുടെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കാർട്ടൂണായിട്ടുള്ള മാഷാൻ്റെ പേരിലത്തെ മാഷയുടെ കോസ്റ്റ്യൂമൊക്കെ വെച്ചിട്ട് നമ്മൾ പാർക്കിൽ പോയിട്ട് ഫോട്ടോ എടുക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ദുബായ് മുഷ്രിഫ് പാർക്കിലേക്കാണ് പോയിട്ടുള്ളത്. ആദ്യം നമ്മൾ കുറച്ച് നോർമൽ ഡ്രസ്സിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരുപാട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ആൾക്കൊന്ന് പരിചയമാകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തു. എന്നിട്ടാണ് നമ്മൾ മാഷയുടെ ആ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ. ഇത് ഫസ്റ്റ് അവൾ ഡ്രസ്സൊന്നും സമ്മതിച്ചിരുന്നില്ല. മാഷിന് ഇഷ്ടമായിരുന്നു, പക്ഷേ ആ ഡ്രസ്സ് ഇടുമ്പോൾ എന്തോ അവൾക്ക് ഒന്നാമത് നല്ല ചൂടാണ്. അപ്പോൾ ആ ഒരു സ്കാർഫൊക്കെ കെട്ടാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പാർക്കിൽ പോയി കുറച്ച് നേരം കളിച്ചിട്ടൊക്കെയാണ് അവൾ സമ്മതിച്ചത്. പക്ഷേ ഔട്ട്കം നന്നായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരു 4 മണിക്ക് അവിടെയൊക്കെ എത്തിയിട്ട് വൈകിട്ടാണ് കേട്ടോ. ഒരു 7 മണിയോട് അടുപ്പിച്ചാണ് ഞങ്ങൾ തിരിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകുന്നത് കേട്ടോ. ബർത്ത്ഡേക്ക് ഒരു 2 വീക്സ് മുന്നേ നമ്മൾ ഈ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബർത്ത്ഡേ ആ ടൈം ആകുമ്പോൾ നമുക്കെല്ലാം കൂടെ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബാക്ക് ഡ്രോപ്പ് ഡെക്കറും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു പോൾറോയിഡ് വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ അതേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ആദ്യമേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. Open the gift. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം റുവാക്ക് തന്നെയായിരുന്നു കേട്ടോ. അവൾ കാർട്ടൂൺസിലും എല്ലാത്തിലും ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കണ്ടിട്ട് എപ്പോഴും ചോദിക്കും എൻ്റെ ബർത്ത്ഡേ എന്നാണ്, എൻ്റെ ബർത്ത്ഡേ എന്നാ, എൻ്റെ ഗിഫ്റ്റൊക്കെ ഞാൻ എങ്ങനെ ഓപ്പൺ ചെയ്യുക, എൻ്റെ ഗിഫ്റ്റ് എവിടെയെന്നൊക്കെ ചോദിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഗിഫ്റ്റ് അവളെ കൊണ്ട് തന്നെ ഓപ്പൺ ആക്കിക്കാനുള്ള പ്ലാൻസൊക്കെ നമ്മൾ ഇട്ടത് കേട്ടോ. അപ്പോൾ ആൾക്ക് സന്തോഷമാവുമല്ലോ. മൂപ്പർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ്റെ അന്ന് ഓപ്പൺ ആക്കാൻ പറ്റില്ല കേട്ടോ. അന്ന് ആൾ നല്ല ടയേർഡായി ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ആക്കി നോക്കുന്നത്. ആൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റൊക്കെ ഓരോന്നിങ്ങനെ നോക്കലും നല്ല രസമായിരുന്നു. അത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. ബർത്ത്ഡേക്ക് കുറേ വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ആ ഒരു തിരക്കിലൊക്കെ കുറേയൊക്കെ മിസ്സായി പോയിട്ടോ. ഞാൻ കുറച്ച് ക്ലിപ്സേ ബർത്ത്ഡേക്കൊക്കെ എടുത്തിട്ടുള്ളൂ. ഫോട്ടോസ് നമ്മൾ ഒരു മാഷാൻ്റെ തീമിലാണ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേഷൻ വെച്ചത് ഒരു ഫ്രോസൺ എൽസ ആ ഒരു തീമിലായിരുന്നു കേട്ടോ. ആ ഒരു ബ്ലൂ കളറിലായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കേക്കും എല്ലാതും നമ്മൾ ആ ഒരു ഫ്രോസൺ തീമിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഗസ്റ്റ് 14-നായിരുന്നു ഒരുപാട് ബർത്ത്ഡേ. പക്ഷെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് വീക്കെൻഡിലാണ് കേട്ടോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഒഴിവൊക്കെ നോക്കി നമ്മൾ വീക്കെൻഡിലാണ് സെലിബ്രേറ്റ് ചെയ്തത്. കേക്കും എല്ലാതും ഞാൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഹോം മെയ്ഡ് കേക്കായിരുന്നു. ഞാൻ ആ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിന് ഡിസൈനിങ്ങും എല്ലാതും നോക്കി കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കിയത്. ലാസ്റ്റ് ലുക്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ.
ഒരുപാട് ഈ ഒരു ബർത്ത്ഡേ കുറേയും നമ്മൾ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ടാണ് കേട്ടോ ചെയ്തത്. ഇപ്പോൾ ബർത്ത്ഡേയുടെ ഫോട്ടോഷൂട്ടിനുള്ള ഡ്രസ്സാണെങ്കിലും നമ്മൾ മെറ്റീരിയലൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ ചെയ്തത്. മാഷയുടെ ഡ്രസ്സൊക്കെ നമ്മൾ ഇവിടെ അൽഗുറൈർ മാർക്കറ്റിൽ പോയി നമ്മളെ മെറ്റീരിയലൊക്കെ എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തന്നത്. അതുപോലെ തന്നെ നമ്മളെ ബർത്ത്ഡേ കേക്ക്, ബർത്ത്ഡേയുടെ ഫുഡ്, ഡെക്കർ എല്ലാം നമ്മൾ ചെറുതായി ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റുവാനെ ഹാപ്പി ആക്കാന്നുള്ള ഒരൊറ്റ കാര്യമായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു ബർത്ത്ഡേയുടെ ഏറ്റവും വലിയ കാര്യം ഉണ്ടായിരുന്നത്. അവൾ എപ്പോഴും ചോദിച്ച് ബർത്ത്ഡേ വന്ന പോലെയായിരുന്നു. എന്നാണ് എൻ്റെ ബർത്ത്ഡേ ചോദിച്ച് അങ്ങനെ വന്നൊരു ബർത്ത്ഡേ ആണ്. പിന്നെന്താ, കുറേ ഗിഫ്റ്റ് ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേയുടെ അന്ന്. എല്ലാവരും കുറേ ഗിഫ്റ്റായിട്ടാണ് വന്നത്. അതെല്ലാം റുവാക്ക് ഇഷ്ടമായി. എല്ലാ റുവ ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് എടുത്തെടുത്ത് കളിക്കുന്നുണ്ട്. ആൻഡ് ഷീ ഈസ് സോ ഹാപ്പി. Oh. What is it? It's a baby lamb. Baby. What is it? What is it? Baby lamb. Baby lamb? What's its name? Baby. Baby. Okay. Acho. It's a hello. What? Who is this? Acho. Who is that? Penguin. Penguin? Belagina. Open this. Oh, that's so cute. Who is this? Who is this? Elsa. Oh, it's another Elsa. Okay. Wow. Elsa. Gun. Water gun. Ouch. ഈ ഒരു ടെഡി ബെയർ ഞങ്ങളുടെ ഗിഫ്റ്റായിരുന്നു കേട്ടോ. അവൾക്ക് മാഷിൽ ആ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ മേടിക്കണം എന്ന് വെച്ച ഗിഫ്റ്റായിരുന്നു. പക്ഷെ നമുക്കന്ന് ആ ഒരു തിരക്കിനിടയിൽ നമുക്കത് മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് അത് ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചൊരു ഗിഫ്റ്റാണ് കേട്ടോ. അവൾക്ക് മാഷിൻ്റെ പേര് ഭയങ്കര ഇഷ്ടമാണ്. കൊക്കോ മാഷിൻ്റെ പേരും ആണ് അവളിങ്ങനെ നേരവും ഇങ്ങനെ കണ്ടുവരിക്കുക. അപ്പോൾ അതിൽ ആ ഒരു ബെയർ മേടിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു. Thank you.